ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാമിന്റെ സന്തതിയായ ഇസാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെ മേല് ഉള്ള വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 27-28. സഹോദരന്മാരുടെ നടുവിൽ നീ പ്രഭുവായിരിക്കും, നിന്റെ അമ്മയുടെ സഹോദരങ്ങൾ നിന്നെ പുകഴ്ത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും വാഗ്ദത്തമുള്ളവൻ ലാബാന്റെ ഭവനത്തിനകത്ത് ഒരു അനുഗ്രഹമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം അവന് ദർശനത്തെ കാണിച്ചു കൊടുത്തു, ഒരു സ്വപ്നത്തെ കാണിച്ചു കൊടുത്തു, ഒരു വലിയ വർധനവ് അവൻ്റെ മേലുണ്ടാകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനെ പറയാൻ കഴിയും, ഞാൻ ഒത്തിരി വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാ, എനിക്കൊന്നും ലഭിക്കപ്പെട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നോളാമെന്ന് അവന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവൻ്റെ മേൽ ലഭിക്കപ്പെട്ട സ്വപ്നം പ്രതി, ഹല്ലേലൂയ, പുന്നമരത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞേൽ വൃക്ഷത്തിൻ്റെയും കൊമ്പുകളും ശിഖരങ്ങളും ആട് ചനയേൽക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ കൊണ്ട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ലാബാന്റെ സീസൺ നിൽക്കുകയും യാക്കോബിന്റെ സീസൺ തുടങ്ങുകയും ചെയ്തു. ചില ലാബാന്മാരുടെ സീസണുകളെ ദൈവം അവസാനിക്കാൻ പോകുക.